വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ മൈസൂർ സൂവിലോട്ട് പോവാണ്. സോ മൈസൂർ സൂവിൽ എന്തൊക്കെ പ്രാണികളുണ്ട് അതെല്ലാം കാണിച്ചു പോവാണ്. പിന്നെ എക്സാംസ് ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിരിക്കും. പിന്നെ റിസൾട്ട് കൊടുക്കാൻ തുടങ്ങിയവർ കമൻറ്റ് ചെയ്യാം കേട്ടോ. റിസൾട്ട് കൊടുക്കാൻ തുടങ്ങിയവരുടെ ഇത് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെ പ്രാണികളാണ് കാണാൻ പോകുന്നത്, എത്ര പ്രാണികളുണ്ട്, എന്തൊക്കെ പ്രാണികളുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാൻ പോവാണ്. നേരെ വീട്ടിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ എൻട്രൻസിലോട്ട് പോവാണ്. പിന്നെ ഓടിപ്പോയിട്ട് എന്തോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ഈ പക്ഷി തന്നെയാണ്. ഈ പക്ഷി എന്താണെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ വേറെ സെക്ഷനിൽ പോയത് ഈ ഒരു പക്ഷിയാണ്. ആ രണ്ട് പക്ഷികളും എനിക്കറിയില്ലായിരുന്നു, ഇതും എനിക്കറിയില്ല. സോ പിന്നെ ഇത് ഭയങ്കര ഫണ്ണിയല്ല, ഒരു ക്യൂട്ടായിട്ടുള്ളൊരു സീനറിയാണ് ഇട്ടത്. ഭയങ്കര രസമുണ്ടായിരുന്നു. പക്ഷികൾ ഉണ്ടായിരുന്നു, ലവ് ബേർഡ്സ് ആണ് കേട്ടോ. അത് ഭയങ്കര കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സെക്ഷനിൽ കുറേ ഉണ്ടായിരുന്നു, താഴെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ നടന്നു പോകുമ്പോൾ ഒരു അണ്ണാനുണ്ട്. പിന്നെ ചീത്ത ഉണ്ടായിരുന്നു, അത് കിടക്കുന്ന കാണുമ്പോൾ മനുഷ്യർ കിടക്കുന്ന പോലെ തോന്നുന്നു. പിന്നെ 2 ഫോട്ടോസ് എടുത്ത്. പിന്നെ അതാ കുരങ്ങൻ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് എന്ത് കുരങ്ങനാണെന്ന് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഏറ്റവും കൂടുതൽ ഫണ്ണി ആയിട്ടുള്ളതാണ് ഈ ഒരു കരടിക്കുട്ടി. ഇത് നമ്മൾ മനുഷ്യന്മാരെ പോലെ തോന്നും, ഭയങ്കര ഫണ്ണിയായിരുന്നു, മനുഷ്യന്മാരെ പോലെ തോന്നും. അത് നടക്കുന്ന സ്റ്റൈലൊക്കെ അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഡിയർ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഫോക്സ് ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പട്ടിക്കുട്ടിയോ, നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കുറേ ഇങ്ങനെ പട്ടികൾ കാണൂലേ, അതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ചീത്ത, ഇത് ഭയങ്കര സീനറി ടൈപ്പിലാണ് ഇത് കിടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾക്ക് കാണുന്ന രീതിയിൽ തന്നെ അത് നേരെ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അതിന് ക്ഷീണമായിക്കാണോ, അതുകൊണ്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. പിന്നെ അടുത്തൊന്ന് വന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കിടന്നു, കണ്ടോ. ഭയങ്കര ഫണ്ണിയായിരുന്നു. അത് നിൽക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു ഫണ്ണി തോന്നുന്നുണ്ടായിരുന്നു എനിക്ക്. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെന്താ, ചീത്ത കുറേ നേരം നിൽക്കാൻ തുടങ്ങിയിട്ട് അത് കണ്ട് ഞാൻ ചിരിച്ചിരിക്കുക കേട്ടോ. അതാ. പിന്നെ നമ്മൾ ആഫ്രിക്കൻ എലിഫന്റിനെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കണ്ടത് ഈ ഒരു എലിഫൻ്റാണ്, നമ്മളെ അമ്പലത്തിലൊക്കെ കൊണ്ടുവരുന്ന എലിഫൻ്റാണ്. പിന്നെ നമ്മൾ നേരെ പോയത് കാട്ടീൻ്റെ സെക്ഷനിലോട്ടാണ്. കുറേ കാട്ടീൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ബ്ലാക്ക് ഉണ്ടായിരുന്നു, ബ്രൗൺ ഉണ്ടായിരുന്നു, ഉണ്ടോ, കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ സ്കെയറി ആയി തോന്നിയത് ഈ ഒരു സ്നേക്കാണ് കേട്ടോ. ഭയങ്കര സ്കെയറി ആയി തോന്നി. ഇത് കാണുമ്പോഴെനിക്ക് ഭയങ്കര ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചുറ്റി വരഞ്ഞ് നിൽക്കുന്ന പോലെ എനിക്ക് ഭയങ്കര ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വന്നിരുന്നു. ഞാൻ വിചാരിച്ചത് പുറത്ത് വന്നെന്ന്. ഇല്ല കേട്ടോ, അവിടെ ഗ്ലാസ് ഉണ്ടായിരുന്നു. അത് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ, അതിൽ ചുറ്റി വളഞ്ഞിങ്ങനെ വരുമ്പോൾ ഭയങ്കര സ്കെയറി ആയി തോന്നി. പിന്നെ ഇത് കൊമ്പുള്ള മാനാട്ടോ, ഭയങ്കര രസമുണ്ടായിരുന്നു. കൊമ്പുള്ള മാന് നല്ലൊരു ലുക്കല്ലേ, അതേപോലെ. പിന്നെ ഇതൊരു കോഴിയാട്ടോ, എന്ത് ടൈപ്പ് കോഴിയാണെന്നറിയില്ല, പക്ഷെ ഇത് കോഴിയാണ്. പിന്നെ ഇതൊരു പീക്കോക്ക് ടൈപ്പാണ്, പക്ഷെ ഇത് പീക്കോക്ക് അല്ല, വേറെ എന്തോ ഒരു പക്ഷിയാണ്. അതിൻ്റെ ഇടയ്ക്ക് അണ്ണാനും കാണുന്നുണ്ട്. പിന്നെ സ്ലോ മോഷനിൽ നടന്ന് പോയി, ഷോ ഇറക്കാൻ വേണ്ടിയിട്ട് സ്ലോ മോഷനിൽ നടന്ന് പോയി. പിന്നെ ഒരു ഫോട്ടോ എടുത്ത്. പിന്നെ ഇത് കൊമ്പില്ലാത്ത മാനിൻ്റെ കൂട്ടാണ്. അതിൻ്റെ ഇടയിൽ കുറേ പ്രാവുകളും കാക്കകളും അണ്ണാനും എല്ലാം ഉണ്ടായിരുന്നു. അതിനെക്കാട്ടും പ്രാവുകളും കാക്കകളും അണ്ണാനും അതാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. വെറുതെ ശല്യപ്പെടുത്തുമായിരുന്നു കേട്ടോ, മാനിനെ വെറുപ്പിക്കായിരുന്നു. പിന്നെ നമ്മൾ ജിറാഫിൻ്റെ സെക്ഷനിൽ പോയി. ഇതെന്താ സ്റ്റാച്ചു ആയിരിക്കുന്നതെന്നില്ല, ഇത് മഴ പെയ്തപ്പോൾ അങ്ങനെ